But see, I personally think that politics is a great area to serve a cause. അതിനൊന്നും യാതൊരു സംശയമില്ല. അത് അവിടെ എന്ന് പറഞ്ഞാൽ ഇപ്പം if you ask me, a person with 20 years, 25 years experience in the services quitting to go to politics, I will always encourage it. He is an insider. If his അയാളുടെ ഒരു ambition is right sized and he would serve in a meaningful way, he can really make a difference. അത് ഇപ്പോൾ സെൻട്രൽ തന്നെ പല മിനിസ്റ്റേഴ്സ് സർവീസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ളവരുണ്ടല്ലോ. ഇപ്പോൾ മിസ്റ്റർ പുരി ഇൻ പെട്രോളിയം, മിസ്റ്റർ ജയശങ്കർ. സോ ദേ ആർ ഏബിൾ ടു ട്രാൻസിഷൻ വെരി ഫാസ്റ്റ് ബിക്കോസ് ദേ നോ ദ എക്കോസിസ്റ്റംസ്. ഈ വാട്ട് ബെറ്റർ, ഇത് IAS മാത്രമല്ല, ഐ എം സെയിങ് എക്കണോമിക് സർവീസ് പീപ്പിൾ, റവന്യൂ പീപ്പിൾ, ഫോറിൻ സർവീസ് പീപ്പിൾ, ഡിപ്ലോമാറ്റ്സ്. ഇത് ഇവിടെ മാത്രമല്ല, യു ടേക്ക് ക്യാബിനറ്റ്സ് കമ്മിങ് ഇൻ US, UK, എവറിവെയർ. എ കോംപ്ലിമെൻറ്റ് വിൽ കം ഫ്രം ദ പെർമനൻറ്റ് സിസ്റ്റം. ആഫ്റ്റർ ഓൾ ഇറ്റ്സ് ഡൊമൈനും എക്സ്പീരിയൻസും ആണല്ലോ ഇതിനകത്ത് കാര്യം എന്ന് പറയുന്നത്. കേരള കേഡറിൽ ഒരുപാട് പൊട്ടൻഷ്യൽ അണ്ണാമലൈമാരുണ്ടെന്നൊരു സംസാരമുണ്ട്, ശരിയാണോ? It's up to them. Up to them. Annamalai may be inspiring, may not be inspiring. അത്ര ഇൻസ്പയറിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല ഇപ്പോൾ. നമ്മൾ സോഷ്യൽ മീഡിയയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഹ്യൂജ് ഫാൻ ഫോളോയിങ് ഉള്ള ഒരുപാട് IAS ഓഫീസേഴ്സ് ഉണ്ട്. അവരുടെ ഈ ഹ്യൂജ് ഫാൻ ഫോളോയിങ്ങിൽ ക്യാരിഡ് ആയിട്ട് പല മണ്ടത്തരങ്ങളും ചെയ്യുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്. അതിനെ എങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ ഈ ഒരുപാട് ആളുകൾ പിന്നെ ഈ ഇൻസ്റ്റൻ്റായിട്ട് ആക്സസ് കിട്ടുന്നതുകൊണ്ട് റീൽസ്. ഐ ആം ടോൾഡ് ദാറ്റ് ഇൻ ദ നോർത്ത് ദർ ആർ ഈവൻ PR കമ്പനീസ് ഓഫറിങ് ദീസ് സർവീസസ് ടു യങ് ഓഫീസേഴ്സ് ഹു യു ആർ കൾട്ടിവേറ്റിംഗ് ഇത്. ഞാൻ അത്ര സോഷ്യൽ മീഡിയ സാവി എന്ന് പറയാൻ വയ്യ. എൻ്റെ കയ്യിലൊരു വാട്സാപ്പും പിന്നെ ഇതൊക്കെ ഉള്ളൂ. എൻ്റെ ഫേസ്ബുക്ക് പേജ് പ്രാക്ടിക്കലി നോൺ എക്സിസ്റ്റൻറ്റ്, അതൊന്നും അറ്റൻഡ് ചെയ്യാറൊന്നുമില്ല. ഒൺലി തിങ് ഈസ് ബിക്കോസ് ഐ ആം ആൻ ഇമ്പൾസീവ് റൈറ്റർ. അപ്പോൾ ഞാൻ എഴുതുന്നത് ഇപ്പം അധികം ഒന്നും ഉദ്ദേശിക്കാതെ തന്നെ അത്യാവശ്യം പണി പലയിടത്തും കിട്ടിയത് കൊണ്ട് what I do is I necessarily cause my publication to go to an editor. കേരളകൗമുദി ആണെങ്കിലും മനോരമ ആണെങ്കിലും അവിടുത്തെ ഒരു സീനിയർ ആയിട്ടുള്ളൊരു എഡിറ്ററെ ഒന്ന് കാണിച്ചേച്ച് പുള്ളി ഒന്ന് കൺസൾട്ട് ചെയ്ത് ഇത് വേണ്ട അത് വേണ്ട എന്ന് വെച്ചാൽ ആ ഒരു സെക്കൻഡ് എഡിറ്റിംഗ് കഴിഞ്ഞിട്ടും. ആൻഡ് ഐ ടേക്ക് ഇറ്റ് പർട്ടിക്കുലർ ദാറ്റ് ഐ ഡോണ്ട് പബ്ലിഷ് എ പീസ് ബിഫോർ 3 days ഓഫ് റൈറ്റിംഗ്. ഇട്ടാലും 3 ദിവസം അതവിടെ ഇട്ടേക്കും, ജസ്റ്റ് ടു റീഡ് ഇറ്റ്. അപ്പോൾ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഇത് ഇനി നാളെ ചെയ്യുമെന്നറിയില്ല, പക്ഷേ എനിക്കിതിന് വലിയ താല്പര്യമില്ല. ഇറ്റ്സ് എ ഡബിൾ ഹെഡഡ്. അത് ആ പോസ്റ്റ് എന്ന് പറയുന്നത് വെൽ കൺസിഡേർഡ് അല്ലല്ലോ. വേണം, ഒരു സെക്കൻഡ് ഒപ്പീനിയൻ വേണം. സർവീസ് ഇരിക്കുന്നിടത്തോളം കാലം യു ആർ റൈറ്റിംഗ് എ കോൺട്രോ, ഗിവിങ് എ ടേക്ക് ഓൺ സംതിങ്. ഇറ്റ്സ് ബെറ്റർ ദാറ്റ് at least a colleague reads it and 2013 മോഡി അതല്ലാതെ റൈറ്റിംഗ് കാരണം രണ്ട് റൈറ്റിംഗ്സിന് എനിക്ക് ചാർജ് ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. വൺ വാസ് when I criticized the IAS, the other was when I said Modi is welcome in Shivagiri. ഇത് രണ്ടിനും എനിക്ക് ചാർജസ് വന്നു. ആ രണ്ട് ചാർജും 2011 അത് മനോരമ, അത് രണ്ടിനും എനിക്ക് ചാർജസ് കിട്ടി. ആ രണ്ട് ചാർജസ് പ്രോബബ്ലി വൺ ഗോട്ട് ഡിസ്പെൻസ് ഇൻ ദ ഹൈക്കോർട്ട് ഓർ ബോത്ത് വെൻ ടു ദ സുപ്രീം. ഒന്നേ സുപ്രീം കോർട്ടിൽ പോയുള്ളൂ. ദേ ലുക്ക്ഡ് അറ്റ് ദിസ് 19-1 ഹോൾ തിങ് ആൻഡ് അത് ജഡ്ജ്മെൻറ്റിലോട്ട് പോയില്ല. But Chalamajor vacated the orders against me. സുരേഷ് ഗോപി മമ്മൂട്ടിയൊക്കെ ചെയ്ത കളക്ടർ IPS റോൾസ് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അയ്യോ ഇല്ല, we live much more ordinary lives. ഇല്ല, എനിക്ക് പൊളിറ്റിക്കൽ ക്ലാസ്സുമായിട്ട് ഒരു ക്ലാഷും ഇല്ലല്ലോ. എപ്പോഴെങ്കിലും ഒരു ക്ലാഷ് ഉണ്ടോ? ഏതെങ്കിലും ഒരു പൊളിറ്റിക്കൽ ലീഡറുമായിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ക്ലാഷ് അങ്ങനെ വന്നിട്ടുണ്ട്? അത് അവിടുത്തെ യൂണിയൻസേ ഉള്ളൂ. വെരി ഫ്രാങ്ക്ലി ഞാൻ പറയട്ടെ, അന്ന് തന്നെ പറഞ്ഞ തിരിച്ചു നോക്കുക. അതിനകത്ത് തന്നെ പോസ്ചറിങ് ഷുഡ് ബി ഡിഫറൻഷിയേറ്റഡ് ഫ്രം റിയാലിറ്റി. അതിൽ KCB ഓഫീസേഴ്സ് അസോസിയേഷൻ കുറേ ബഹളമൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് ശരിയായിരുന്നു. അവരുടെ ഈ മെയിൻ കൺസേൺ ഞാൻ പറയാം, KCB is a very strange organization. They believe that the CMD and team should listen to the unions in that sense. അതിൽ എനിക്ക് സ്ട്രൈക്ക് ചെയ്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ചോദിച്ചല്ല എന്നെ അവിടെ പോസ്റ്റ് ചെയ്ത് കൃഷ്ണൻകുട്ടി സാർ പോകണമെന്ന് പറഞ്ഞു. അതിന് എൻ്റെ അവിടെ ചാർജ് എടുത്തു കഴിഞ്ഞപ്പോൾ 8 ചീഫ് എഞ്ചിനീയേഴ്സിൻ്റെ പോസ്റ്റിംഗ് വന്നു രാവിലെ. ഫുൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സാണ് ചീഫ് എഞ്ചിനീയേഴ്സിനെ പോസ്റ്റ് ചെയ്യുന്നത്. രാവിലെ പ്രപ്പോസൽ വന്നു. ഐ ലുക്ക്ഡ് അറ്റ് ദ ഹോൾ തിങ് ആൻഡ് അറേഞ്ച്ഡ് ദ അപ്പോയിൻമെൻറ്റ്. അപ്പോൾ അതിൽ ഒരു ഡയറക്ടർ എൻ്റെ അടുത്ത് ഇങ്ങനെ ചെവിയിൽ പറഞ്ഞ്, ഇതിൽ നമ്മളൊരു ചെറിയ കൺസൾട്ടേഷൻ നടത്തുന്ന പതിവുണ്ട്. സൂപ്രണ്ടിങ് DCs ആൻഡ് CEമാരെ പോസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് മന്ത്രിയുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്ന പതിവുണ്ട്. ഞാൻ പറഞ്ഞു ഐ വിൽ ഡു ദാറ്റ്, ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. സോ ഐ മേഡ് എ കോൾ ടു ഹിം ആൻഡ് ആസ്ക്ഡ് ഹിം ആസ് ടു വെദർ. കാരണം അതിനകത്ത് ചെറിയ കാര്യമുണ്ട്. കാരണം ഈ കൺട്രോളിങ് ഓഫീസേഴ്സ് ആയതുകൊണ്ട് ചില ആൾക്കാർ പുവർ മാനേജേഴ്സ് ആയിരിക്കും. പുവർ മാനേജറെ കൊണ്ട് കൊച്ചിയിൽ വെച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയാൾ അവിടെ മുഴുവൻ അടിച്ച് നിരത്തും. കുറച്ചുകൂടെ അപ്പോൾ ആ സെൻസ് പൊളിറ്റീഷ്യൻസിന് അറിയാം. ദേ വിൽ നോ ദ എക്സിക്യൂട്ടീവ് എഞ്ചിനീയേഴ്സ് ആൻഡ് അപ്വേർഡ്സ്.
അപ്പം ഞാൻ പറഞ്ഞു ഐ എം സെൻഡിങ് ഓവർ എ ലിസ്റ്റ്, ടേക്ക് എ ലുക്ക് അറ്റ് ഇറ്റ്. Within 2 hours he came back and told me that this looks all right for me and you can go ahead and do that. ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഒരു 4 യൂണിയൻസിൻ്റെ ആൾക്കാർ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞ് വി വെർ നോട്ട് കൺസൾട്ടഡ്. ഞാൻ പറഞ്ഞു ദാറ്റ് ഐ ഡോണ്ട് ഇൻറ്റൻഡ് ടു ഡു എനി കൺസൾട്ടേഷൻ ഓർ അപ്പോയിൻറ്റിങ് യുവർ ചീഫ് എക്സിക്യൂട്ടീവ്, ഐ വിൽ നോട്ട് കൺസൾട്ട് യു. അല്ല അങ്ങനെയല്ല, ഇവിടെ ഞങ്ങളോട് കൂടെ ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനെ ഒരു കൺസൾട്ടേഷൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷേ നിങ്ങൾക്കറിയാം ചീഫ് എഞ്ചിനീയേഴ്സിനെ നിയമിക്കുമെന്ന്, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഗിവ് മീ ഇൻ റൈറ്റിംഗ്. ഞാനത് ഇൻസിസ്റ്റ് ചെയ്തത് ഇഫ് ദേ ഹാവ് എ പ്രിഫറൻസ് ലെറ്റ് ഇറ്റ് ബി ഓൺ റെക്കോർഡ്. ഇപ്പോൾ അലക്സിന് തിരുവനന്തപുരത്ത് വെക്കരുത്, എഴുതി തന്നേച്ചാൽ മതി. ഞാൻ അത് ചെയ്യുമെന്ന് ഞാൻ പറയുന്നില്ല, ബട്ട് ഐ ലിസൺ ടു യു, പക്ഷേ എഴുതി തന്നേച്ചാൽ മതി എന്ന് പറഞ്ഞു. മറ്റതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ സ്ലോലി ദ സ്റ്റിക്ക് വിൽ മൂവ് അവേ ഫ്രം ദ CMD. ഈവൻ ദ CEs വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് മാൻ ഈസ് നോട്ട് ഇൻ കൺട്രോൾ. പക്ഷേ അങ്ങനെ ഒരു കൾച്ചർ അവിടെ ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നിയത് എന്തെന്ന് വെച്ചാൽ ആ 12 മാസം, അതിൻ്റെ മുമ്പത്തെ 24 മാസം ഞാൻ ആ കമ്പനിയുടെ ഒരു പാർട്ട് ടൈം ഡയറക്ടറായിരുന്നു. സോ ഐ ന്യൂ ദ ഡ്രമാറ്റിക്സ് പേഴ്സണെ, ഐ ന്യൂ ദ ഇൻറ്റേർണൽ. നമ്മളവിടെ പോകുന്നതാണല്ലോ എല്ലാ മാസവും ബോർഡിന്. അപ്പോൾ ആ 12 മാസം കൊണ്ട് ഞാൻ ചെയ്ത പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ ഐ ബ്രോട്ട് ബാക്ക് ദ ഡയറക്ടേഴ്സ് ഇൻ ടു ബിസിനസ്. ഇത് പേഴ്സണലല്ല, ദോസ് 7 ഡയറക്ടേഴ്സ് ഹു വെയർ ദെയർ അറ്റ് ദാറ്റ് ടൈം. അപ്പോൾ അവരൊക്കെ മാറി, ദേ കൺട്രോൾ ദ ഷോട്ട്സ്. ഞാൻ അവരെ തിങ്കളാഴ്ച 9 മണിക്ക് വിളിച്ചു വരുത്തും. അതിൽ വളരെ രസമുള്ളൊരു സംഭവം നടന്നതെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു വിത്ത് ദിസ് ബീങ് എ 24/7 കൈൻഡ് ഓഫ് യൂട്ടിലിറ്റി, ദ ഡയറക്ടേഴ്സ് വിൽ സ്റ്റാർട്ട് വർക്ക് അറ്റ് 9 AM on Mondays. So I want a briefing meeting on Mondays, and Friday we will. So there will be weekly meeting which will push the agenda which the FTDs would do. 50-100 കോടി വരെയുള്ള വാല്യൂ ഉള്ള എല്ലാ കാര്യങ്ങളും ആ 7 പേരാണ് അവിടെ ഡിസൈഡ് ചെയ്യുന്നത്. ലീഗലി ദേ ആർ റെസ്പോൺസിബിൾ ഫോർ ഇറ്റ്. അപ്പോൾ അതിൽ ഒരു ഡയറക്ടറിൻ്റെ അടുത്ത് പറഞ്ഞ് ഈ മീറ്റിംഗ് ചൊവ്വാഴ്ചയാക്കി തരണം, കാരണം എനിക്ക് തിങ്കളാഴ്ച രാവിലെ ട്രിവാൻഡ്രത്ത് ഞാൻ എത്തിപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ദാറ്റ് വിൽ നോട്ട് ബി പോസിബിൾ ബിക്കോസ് ട്യൂസ്ഡേ ഈസ് നോട്ട് മൺഡേ, അതുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് വന്നു ഒരു 3-4 months ഡൗൺ ദ ലൈൻ ദി ക്വസ്റ്റ്യൻ ഓഫ് ഹിസ് എക്സ്റ്റൻഷൻ അറോസ്. പുള്ളി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഗവൺമെൻറ്റിന് എന്നെ എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് വളരെ താല്പര്യമാണ്, സാറും കൂടെ റെക്കമെൻഡ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു എന്ന് പറഞ്ഞു. സെഡ് ദാറ്റ് ഐ എം വെരി സോറി ദാറ്റ് സിൻസ് യു ആർ നോട്ട് അവൈലബിൾ ഓൺ മൺഡേ മോർണിംഗ് we won't be extending with you എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു you have to put the company ahead of you, you have been in the service, you know. നിങ്ങൾ ചൊവ്വാഴ്ച പോയെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല, പക്ഷേ അത് സാരമില്ല. സോ ദാറ്റ് സെൻറ്റ് എ മെസ്സേജ് ആൻഡ് ദ മിനിസ്റ്റർ ഗേവ് മീ ഫുൾ ഫ്രീഡം ടു അസൈൻ ദെയർ റെസ്പോൺസിബിലിറ്റീസ്. അപ്പോൾ എവരി പിക്ചറിലേക്ക് തിരിച്ചു വന്നു. ഇപ്പോഴും അത് കണ്ടിന്യൂ ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ദോസ് എലിമെൻറ്റ്സ് വിച്ച് റിവോൾട്ടഡ് അറ്റ് ദാറ്റ് ഐ യൂസ്ഡ് എ ബിറ്റ് ഓഫ് ഹെവി ലിഫ്റ്റിംഗ് ടു ക്വെൽ ദാറ്റ്. അപ്പോൾ അതുകൊണ്ട് അവർക്കിപ്പോൾ ഒരു സേ ഉണ്ട്. അവിടുത്തെ ഏറ്റവും വലിയതെന്ന് പറഞ്ഞാൽ അവിടെ ചില ആളുകളുണ്ടായിരുന്നു, സർട്ടൻ ഇൻഡിവിജ്വൽസ്, ഞാൻ ഒരാളെ അല്ല പറയുന്നത്, സർട്ടൻ ഇൻഡിവിജ്വൽസ് whom the CMD could not sort of control. ഇപ്പോൾ ഒരു ചെറിയ എക്സാമ്പിൾ ഞാൻ പറയാം. When I went into month 2 or 3 of my tenure, there was some sort of a seminar in which I was invited to participate, something on electricity sector. Some agency was doing it. അപ്പോൾ ദിസ് ഇസ് ദ വേ ദ മിഡിൽ റാങ്ക്സ് ടേക്ക് കൺട്രോൾ. അപ്പോൾ ഞാനിതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, 5 മണിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു എന്നറിഞ്ഞുകൊണ്ട് അവിടുത്തെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എൻ്റെ അടുത്ത് വന്നു ഉച്ചയ്ക്ക്. സോ ദാറ്റ് ഹി സെഡ് ദാറ്റ് ഐ ആം ഓൾസോ പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ ദ സെയിം സെമിനാർ. ഐ സെഡ് ദാറ്റ് ഇസ് വെരി നൈസ് ടു ഹിയർ ദാറ്റ് വി വിൽ ബി ദെയർ. അപ്പോൾ അടുത്ത അയാൾ പറഞ്ഞത് ഞാൻ ഇവിടെ വന്നിട്ട് സാറിൻ്റെ കൂടെ ഈ ഓഫീസിലിരുന്ന് നമ്മൾക്ക് 2 പേർക്ക് കൂടെ ഒന്നിച്ച് പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് വേണ്ട പറഞ്ഞു. അതെന്താ ഞാൻ സാറിൻ്റെ കൂടെ ഇരുന്നാലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ ക്യാബിൻ തന്നിട്ടില്ലേ, അവിടുന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്താൽ മതി, അവിടെ തന്നെ കയറിയാൽ മതി എന്ന് പറഞ്ഞു. അല്ല ഞാൻ പഴയ CMDമാരുടെ എല്ലാം കൂടെ ഇരുന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഇച്ചിരി തടി കൂടുതലല്ല, എനിക്ക് കൂടെ ഇരുത്താനായിട്ട്. സോ യു സീ ഹൗ സട്ട്ലി ദേ വിൽ ടേക്ക് കൺട്രോൾ. ഇത് ഇത് ഒരുപാട് ആളുകൾ, കമ്പനിയിലെ ആളുകൾ, സെക്ടറിലുള്ളവരും കാണുന്നതാണ്. സോ ഹീ സിറ്റ്സ് ടു യുവർ റൈറ്റ് ആൻഡ് പിന്നെ ഇയാൾക്കൊരു ദോഷമുണ്ട്, നമ്മൾ പറഞ്ഞു നിർത്തി കഴിയുന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ എല്ലാം തെറ്റാന്നുകൊണ്ടേ പറയുകയും ചെയ്യും. അപ്പോൾ ഇതാണ് അവിടെ ഹൈറാർക്കി അല്ല ഇഷ്യൂ ഈസ് ദാറ്റ് യു സീ ദോ ദെയർ ഈസ് എ ചെയർമാൻ it's sending out a message that he is in my control, and I send a polite message that I am not interested in any long tenure, but let the control stay here. See, the benefit of that was after a long time my successor found it very easy to go. They knew that the chairman can actually dispatch people. അതൊരു വ്യത്യാസമാണ്. നമ്മൾ ആദ്യം സംസാരിച്ച ബ്യൂറോക്രാറ്റ്സിന്റെ പൊളിറ്റിക്കൽ അഫിലിയേഷൻസിനെ കുറിച്ച് സംസാരിക്കുന്നു. അണ്ണാമലൈ റിസൈൻ ചെയ്ത് BJPയുടെ പ്രസിഡന്റ് ആയൊരു അങ്ങനത്തെ ഇൻസ്റ്റൻസസ് ഉണ്ട്. അതിനെ എങ്ങനെയാണ് നോക്കി കാണുന്നത്?
ഇറ്റ്സ് എ ഫ്രീഡം ഓഫ് ദാറ്റ് ഇൻഡിവിജ്വൽ. ഈ പുതുതായിട്ട് വന്നിരിക്കുന്ന കുട്ടികൾ പലരും ടെക്നിക്കലി ക്വാളിഫൈഡ് ആണ്, വളരെ അംബിഷ്യസ് ആണ്. ലെറ്റ്സ് അക്സെപ്റ്റ് ദാറ്റ്. സി ഇറ്റ്സ് നോട്ട് ഓൺലി സിവിൽ സർവീസ്, ഇറ്റ്സ് ജേർണലിസ്റ്റ്. ഡൽഹിയിലൊക്കെ വന്നിട്ടില്ലേ ജേർണലിസ്റ്റ് ബിക്കം മിനിസ്റ്റേഴ്സ്, റവന്യൂ സർവീസ് മാൻ എൻറ്റേഴ്സ് ബിക്കംസ് ചീഫ് മിനിസ്റ്റർ. അദ്ദേഹത്തിൻ്റെ ബാച്ച്മേറ്റ്സ് ഇവിടെ ACSമാരും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരും ഒക്കെ ഉണ്ട്. മിസ്റ്റർ അശ്വിനി വൈഷ്ണവിൻ്റെ ബാച്ച്മേറ്റ്സ് ഇവിടെ തന്നെയുണ്ട്. സോ വൈ ആർ ദേ സർവിങ് മിനിസ്റ്റേഴ്സ് വൈൽ ഹി ഹാസ് ഹിംസെൽഫ് ബിക്കം യൂണിയൻ മിനിസ്റ്റർ? അപ്പോൾ അത് ഇൻഡിവിജ്വൽ ചോയ്സ്, പശ്ചാത്തലം, ചിലപ്പോൾ ഫാമിലിയിൽ, ചിലപ്പം എൻ്റെ വൺ ഓഫ് മൈ ബാച്ച്മേറ്റ്സ് ഇൻ ദ IAS റിസൈൻ, ജോയിൻഡ് BJP, ബിക്കേം an MP, then joined Congress, went and fought elections. ഇപ്പം എന്തായെന്ന് അറിയില്ല, ഹരിയാന. അപ്പം അങ്ങനെ ചെയ്യുന്നുണ്ട്. കണ്ടിന്യൂയിങ് ഇൻ പബ്ലിക്. ഉടനെ ഒന്നുമില്ല. ടു ബി വെരി ഓണസ്റ്റ്, അറ്റ്ലീസ്റ്റ് ട്വൈസ് ഐ ഹവ് ബീൻ അപ്രോച്ച്ഡ് ബൈ വേരിയസ് പാർട്ടീസ് ടു സീ വെദർ ഐ ആം ഇൻട്രസ്റ്റഡ് ടു കണ്ടസ്റ്റ്. അപ്പോൾ എൻ്റെ ഞാൻ എൻ്റെ ഫാമിലിയുമായിട്ടെല്ലാം ഇരുന്നത് ഇങ്ങനെ ഒരാൾ വന്ന് ചോദിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്, എനിക്കറിയില്ല ഞാൻ സക്സീഡ് ചെയ്യുമോ ഇല്ലയോ എന്നുള്ളതൊന്നും, എനിക്ക് അതിൻ്റെ ടെമ്പർമെൻ്റ് ഉണ്ടോ എന്ന് അറിയില്ല. ബട്ട് ദർ വാസ് യുനാനിമസ് ലെറ്റ് us say എന്താണ് ഡിസിൻക്ലിനേഷൻ അറ്റ് ദ ഹോൾ തിങ്. അപ്പോൾ നമ്മളത് റെസ്പെക്റ്റ് ചെയ്യണമല്ലോ. I sent a word back saying that need not be considered, need not consider me at all. അല്ല അത് തീർത്തും രക്ഷപ്പെട്ടു.